വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെയുള്ള ഒരു സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. ഏതളവിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിന്നിവിടെ ഇത് കാണിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് 2 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ക്ലോത്തിനെ ലെന്ത് വൈസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ആദ്യം ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ക്ലോത്തിനെ ഇപ്പോൾ 2 ലെയറായിട്ടാണ് ക്ലോത്ത് ഉള്ളത്. ക്ലോത്തിന് ലെന്തായിട്ട് അപ്പോൾ കിട്ടുന്നത് 39 ഇഞ്ചാണ്. എനിക്ക് 39 ഇഞ്ച് തന്നെ ലെന്തായിട്ട് വേണം. നിങ്ങളുടെ ഹിപ്പിൽ നിന്ന് താഴേക്ക് എത്രയാണോ ലെന്ത് വേണ്ടതെന്ന് നോക്കിയിട്ട് ആ ലെന്ത് എടുത്താൽ മതിയാകും. എനിക്ക് ഈ 39 ഇഞ്ച് തന്നെ വേണ്ടതുകൊണ്ട് ബെൽറ്റും പാൻറ്റും മടക്കി അടിക്കാനുള്ള ക്ലോത്തും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം. ഇനി ഹിപ്പ് മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ഹിപ്പ് റൗണ്ട് എടുക്കുക. അതായത് പാൻറ്റ് നമ്മൾ ഇടുന്ന ആ പോർഷൻ ഒന്ന് മെഷർ ചെയ്തെടുക്കുക. ആ മെഷർ ചെയ്തെടുക്കുന്ന അളവിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് സീം അലവൻസ് കൂടെ ആഡ് ചെയ്യുക. ഞാനിവിടെ 40 ഇഞ്ച് ഹിപ്പ് റൗണ്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ 40 ഇഞ്ചിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് സീം അലവൻസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ 12.5 ഇഞ്ച് കിട്ടും. ഇനി ക്രോച്ച് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. അതും സെയിം മെഷർമെൻറ്റിൽ തന്നെ എടുക്കുക. നേരത്തെ നമ്മൾ 2.5 ഇഞ്ച് സീം അലവൻസ് എടുത്തതിന് പകരം ഇവിടെ 3 ഇഞ്ച് എടുക്കുക. അപ്പോൾ എനിക്കിവിടെ 13 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ 2 പോയിൻറ്റും തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പോയിൻറ്റിൽ നിന്ന് ഓപ്പൺ സൈഡിലേക്ക് ഒരു 2.5 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു എൽ ഷേപ്പിൽ വരച്ചെടുത്തതിന് ശേഷം ഒരു കർവ് വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം ഈ പോയിൻറ്റും ക്ലോത്തിൻ്റെ സൈഡിലുള്ള പോയിൻറ്റും കൂടെ മെഷർമെൻ്റ് എടുക്കുക. എത്രയാണോ ലെന്ത് കിട്ടുന്നത് അതിൻ്റെ പകുതി എടുക്കുക. എനിക്കിവിടെ 7.5 ഇഞ്ചാണ് കിട്ടുന്നത്. ആ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ബോർഡറിൽ നിന്ന് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2 സൈഡിലും ഇത് തന്നെ കിട്ടും. ഇനി ഈ പോയിൻ്റ് പാൻറ്റിൻ്റെ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുക. ഈ 7.5 ഇഞ്ച് തന്നെ പാൻറ്റിൻ്റെ എൻഡിലും ഈ 7.5 ഇഞ്ച് കിട്ടും. പാൻറ്റിൻ്റെ അടിയിൽ 6 ഇഞ്ചാണ് അളവ് വേണ്ടത്. അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് സീം അലവൻസ് കൂടെ ചേരുമ്പോൾ 7 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ പകുതി വീതം 2 സൈഡിലേക്കും മാർക്ക് ചെയ്യുക. അതായത് 3.5 ഇഞ്ച് വീതം 2 സൈഡിലേക്കും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുക. ഇനി ഈ പോയിൻറ്റും മുകളിലത്തെ പോയിൻറ്റും തമ്മിൽ ഒന്ന് ചരിച്ച് വരയ്ക്കുക. ഒരു സൈഡ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്രോച്ചിൻ്റെ സൈഡ് കൂടി ഒന്ന് വരച്ചെടുക്കാം. ഈ 2 പോയിൻറ്റും കൂടെ ഒന്ന് ചരിച്ച് വരച്ചതിന് ശേഷം ഇതേ മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ ബെൽറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് എടുക്കാം. ബെൽറ്റിന് വീതി ഈ സെയിം മെഷർമെൻറ്റ് തന്നെ മതിയാകും.
നീളം ഒരു 2 ഇഞ്ചും എടുത്താൽ മതിയാകും. ഫ്രണ്ട് പോർഷനിൽ നാടയാണ് കൊടുക്കുന്നത്, ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക്കുമാണ് കൊടുക്കുന്നത്. ഫ്രണ്ട് പോർഷൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം. അതിനായിട്ട് ബാക്കിയുള്ള ക്ലോത്ത് എടുക്കുക. അതിനെ ലെവൽ ചെയ്തിട്ടതിന് ശേഷം ഫ്രണ്ട് പോർഷനിൽ കട്ട് ചെയ്ത് വെച്ച ക്ലോത്ത് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം സൈഡ് പാർട്ടിൽ സെയിം അളവ് തന്നെ മാർക്ക് ചെയ്യുക. ഫ്രണ്ട് പോർഷൻ്റെ സെയിം അളവ് തന്നെ ബാക്ക് പോർഷനിലും മാർക്ക് ചെയ്യുക, ക്രോച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ. മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. സൈഡ് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്രോച്ചിൻ്റെ സൈഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്രോച്ചിൻ്റെ സൈഡിൽ കുറച്ച് എക്സ്ട്രാ മാർക്കിംഗ് ചെയ്യണം. ക്രോച്ച് ഒരു 2.5 ഇഞ്ച് കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. അതിനുശേഷം മുകളിലും ഒരു 2.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പാൻറ്റിൻ്റെ അടിയിലായിട്ട് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക. ഇനി പാൻറ്റിൻ്റെ ഈ ഒരു പോർഷനിൽ 1.5 ഇഞ്ചും മാർക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. താഴെയുള്ള പോർഷൻസ് എല്ലാം മാർക്ക് ചെയ്തു. ഇനി ഈ മുകളിൽ നിന്ന് ക്രോച്ച് വരെയുള്ള പോർഷൻസ് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. വരച്ചെടുത്തു. അതിനുശേഷം ഇവിടെയും ഒരു കർവ് വരച്ചെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ക്രോച്ചിൻ്റെ ബാക്ക് പോർഷൻ്റെ ക്രോച്ച് ഫ്രണ്ടിലേക്ക് ഒന്ന് വെച്ച് നോക്കുക. രണ്ടും ഒരേ ലെവലാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. ലെവലല്ലെങ്കിൽ ഒന്ന് ലെവലാക്കിയെടുക്കുക. എനിക്കിവിടെ ബാക്ക് പോർഷനിൽ കുറച്ച് പോർഷൻസ് എക്സ്ട്രാ നിൽപ്പുണ്ടായിരുന്നു. അത് ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രണ്ടും ഒരേ ലെവലിൽ തന്നെ വരാനൊന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം ഫ്രണ്ട് പോർഷനിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെയും ക്ലോത്തിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. അതിനുശേഷം 2 ഇഞ്ച് നീളത്തിൽ ബെൽറ്റിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. 2 പീസ് ക്ലോത്ത് വേണം രണ്ട് പീസിലേക്കും വേണ്ടിയിട്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി പാൻറ്റിൻ്റെ അടിയിലായിട്ട് മടക്കി അടിക്കാനായിട്ട് ഒരു 3 ഇഞ്ച് നീളത്തിൽ ക്ലോത്തൂടെ കട്ട് ചെയ്യണം. അത് ഫ്രണ്ട് പോർഷനിലൂടെ എടുക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ ഫ്രണ്ട് പോർഷന് എടുത്തിട്ടില്ലായിരുന്നു. അവിടെയും കൂടെ സെയിം പാൻറ്റിൻ്റെ അടിയിലുള്ള സെയിം വീതി തന്നെ മതിയാവും. നീളം 3 ഇഞ്ചും എടുക്കുക. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഫ്രണ്ട് പോർഷനാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷനിലേക്ക് നല്ല സൈഡിലേക്ക് 2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബെൽറ്റിനുള്ള ക്ലോത്ത് നല്ല സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 പീസിലും ഇതേപോലെ ബെൽറ്റിൻ്റെ ക്ലോത്ത് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഈ 2 ക്ലോത്തും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ക്രോച്ചിൻ്റെ സൈഡിൽ. അതിനായിട്ട് 2 പീസിൻ്റെയും നല്ല സൈഡ് ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ച് ക്രോച്ചിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് നാടയാണ് കൊടുക്കുന്നത്. അതിനായിട്ട് ബെൽറ്റ് വരെയുള്ള ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് വിടുക. അതെന്തിനെന്ന് വെച്ചാൽ നാട കടത്തി വിടാൻ വേണ്ടിയിട്ടാണ്. 1 ഇഞ്ച് ഗ്യാപ്പ് മാർക്ക് ചെയ്യുക. അതിനുശേഷം നീഡിൽ കുത്തി നിർത്തി ആ പോർഷൻസ് ഒഴിവാക്കി
1 ഇഞ്ചിന് ശേഷമുള്ള പോർഷൻസ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ക്രോച്ച് ജോയിൻ ചെയ്തെടുക്കുക. ക്രോച്ച് ജോയിൻ ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ശ്രദ്ധിക്കുക. വീഡിയോ ശ്രദ്ധിച്ചാൽ ഒന്നുകൂടി മനസ്സിലാകും. ക്രോച്ച് രണ്ടും ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഉൾവശം എടുക്കുക. ഉൾവശം എടുത്തതിന് ശേഷം തയ്യൽ തുമ്പ് ക്ലോത്തിലേക്ക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഹോളിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന ആ പോർഷൻസിൻ്റെ താഴെ വരെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നാട നേരെ കടത്തി വിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഹോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് 2 നാട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ നാട ഇനി ഈ ഹോളിൽ കൂടെ ഉള്ളിലേക്ക് കടത്തിവിടാം. ഉള്ളിലേക്ക് കയറ്റി ഒരു സൈഡിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ 3-4 സ്റ്റിച്ച് കൊടുത്ത് അതൊന്ന് ഫിക്സ് ചെയ്തെടുക്കുക. ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് കൂടെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ക്ലോത്തിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നാടയിൽ കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് പോർഷൻ്റെ അടിയിലൂടെ ആ 3 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തിരുന്ന ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല സൈഡിൽ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് ടോപ്പ് സ്റ്റിച്ച് കൂടെ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്ക് പോർഷനിലും സെയിം രീതിയിൽ തന്നെ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 പീസ് ക്ലോത്തിലും ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ഒന്ന് ടോപ്പ് സ്റ്റിച്ച് കൂടെ ചെയ്തെടുക്കുക 2 പീസിലും. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോച്ചിൻ്റെ പോർഷൻസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. 2 പീസിൻ്റെയും നല്ല ക്ലോത്തുകൾ ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ക്രോച്ച് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇവിടെ നമ്മൾ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. ഇലാസ്റ്റിക്കിന് വീതിയായിട്ട് വേണ്ടത് ഒരു സൈഡിൻ്റെ വീതി മാത്രം മതിയാകും. ഇലാസ്റ്റിക് കട്ട് ചെയ്തതിന് ശേഷം ചെറിയൊരു ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസിൻ്റെയും സൈഡ് പോർഷൻ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് 2ൻ്റെയും നല്ല സൈഡ് വെച്ചതിന് ശേഷം ബാക്ക് പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്യുക. അതിന് ഉള്ളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇലാസ്റ്റിക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ പോർഷൻസ് 3-4 സ്റ്റിച്ച് കൊടുത്തൊന്ന് ഫിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം പാൻറ്റിൻ്റെ എൻഡ് വരെ സൈഡ് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെയും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഈ പോർഷൻസ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെയും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്.
സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക്കിൻ്റെ മിഡിൽ പോർഷനിൽ കൂടെ തന്നെ ഒരു സ്റ്റിച്ച് കൂടെ ഇലാസ്റ്റിക് കൊള്ളത്തക്ക രീതിയിൽ ആ മിഡിൽ പോർഷനിൽ ഒരു സ്റ്റിച്ച് ഇടുക. ഇത് ചെയ്യുന്ന എന്തിനെന്ന് വെച്ചാൽ നമ്മൾ ക്ലോത്ത് വാഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഫോൾഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അടിഭാഗം കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ഒന്ന് ക്രോച്ചിൻ്റെ സൈഡ് കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കാം. ഇവിടെയും ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക. ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും ക്രോച്ച് ഇതേപോലെ ഒരു ലെവലിൽ തന്നെ വരണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്ട്രെയിറ്റ് പാൻ്റാണിത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.